രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷനേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യവഴിയോ അഗ്നി 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 അഭിഷേക തീ ഓരോ ആളുകളിലും ഓരോ വ്യക്തികളിലും നന്ദി നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല പിതാവേ, ആമേൻ ആമേൻ. സങ്കീർത്തനം 55:22. സംഗീതം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. கர்த்தர் மேல் உன் பாரத்தை வைத்துவிடு, அவர் உன்னை ஆதரிப்பார். ஆமென். நீதிமான் குலுங்கி போக ஒரு நாளும் அவர் സമ്മതിയാർ. നമ്മുടെ ഭാരം വഹിക്കുന്ന അല്ലെങ്കിൽ ചുമക്കുന്ന ദൈവം. നീ ഭാരം ചുമന്ന് ഇവിടെ ഇരിക്കരുത്. നിന്റെ ഭാരം ചുമപ്പാൻ ഒരു ദൈവം നിനക്കുണ്ട്. ആമേൻ. He will sustain you. He will help you. ദൈവം നിന്നെ സഹായിക്കും. ദൈവം കൈവിടുകയില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവർ തുലാസിൽ വെള്ളിയോ പൊന്നോ, ഐസയ പ്രവാചകൻ എഴുതുന്ന ഐസയ 46:4-6-7 വചനങ്ങൾ. അവർ തുലാസിൽ വെള്ളി തൂക്കുന്ന തട്ടാന് അവർ കൂലിക്ക് വിളിച്ച് അവൻ ആ വെള്ളിക്കൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്ന. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തുലാസിൽ വെള്ളി അവർ തൂക്കുന്ന തട്ടാന് കൂലിക്ക് വിളിച്ച് ആ വെള്ളിക്കൊണ്ട് അവർ ഒരു ദേവനെ ഉണ്ടാക്കുന്ന. ഉണ്ടാക്കിയ ദേവനെ അവർ തോളിൽ ചുമക്കുന്ന. അതിൻ്റെ അർത്ഥം their God is their burden.
അവർ ഉണ്ടാക്കിയ ദൈവം തന്നെ അവർക്ക് ഭാരം. ആമേൻ. അവർ ഉണ്ടാക്കിയ ദൈവം അവർക്ക് ഭാരം. അവർ പൊന്നും വെള്ളിയും തുലാസിൽ വയ്ക്കുന്നു, തട്ടാണ് വിളിക്കുന്നു, ഒരു ദേവനെ ഉണ്ടാക്കുന്നു, ആ ദേവന് അവർ തോളിൽ ചുമന്ന് നടക്കുന്നു. അതിൻ്റെ ചുരുക്കം, ആ ഉണ്ടാക്കപ്പെട്ട ദൈവം തന്നെ ഉണ്ടാക്കിയ ആളുകൾക്ക് ഭാരം. ആ പശ്ചാത്തലത്തിൽ നമുക്കൊരു ദൈവമുണ്ട്, നമ്മുടെ ഭാരം ചുമക്കുന്ന ദൈവം. ആമേൻ. സന്തോഷമില്ലേ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം ഒരുവനുണ്ട്. എൻകറേജ് യുവർ സെൽഫ്. ആകയാൽ ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. അവൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിൻ്റെയും നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി. ഒരു മനുഷ്യനും ഇവനെ കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുകയില്ല. അത്ഭുത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാഭയങ്കര ദൈവം. സീനായ് പർവ്വതത്തിൻ കൊടുമുടിയിൽ ആവസിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നി. മോശയുടെ ഭാഷയിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ ദൈവം മഹാഭയങ്കരൻ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ കന്നി പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്ന ഇവൻ ജീവനായകൻ. എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ മഹാഭയങ്കര ദൈവം. ദാവീദിൻ്റെ ഭാഷയിൽ ഇവൻ ഏറ്റവും വലിയവൻ. ഞാൻ ആവർത്തിക്കുന്നു, ഇവൻ ആർക്കും ഭാരമല്ല, ഇവൻ എല്ലാവരുടെ ഭാരവും ചുമക്കുന്ന നല്ല ദൈവം. ആമേൻ. ഞാൻ പറഞ്ഞ അതേ വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ അനന്യൻ, അവൻ അനന്യൻ. ഗാഡ് ഈസ് ചേഞ്ച്ലെസ്. നരക്കുവോളം നമ്മെ ചുമക്കുന്നവൻ, നരക്കുവോളം, നരക്കുവോളം നമ്മെ ചുമന്ന് നമ്മെ വിടുവിക്കുന്ന നല്ല ദൈവം. ഐസയ്യാ പ്രവചനം 40:11 നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഇടയനെ പോലെ, ഒരാട്ടിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ തൻ്റെ ഭുജത്തിലെടുത്ത് തൻ്റെ മാർബിൽ ചേർക്കുകയും അടിച്ച് ഓട്ടിക്കുകയില്ല. ആട്ടിടയൻ കുട്ടി ആടുകളെ അടിച്ച് ഓട്ടിക്കുകയില്ല. കുഞ്ഞാടുകളെ ആട്ടിടയൻ തൻ്റെ ഭുജത്തിലെടുത്ത് മാർബിൽ ചേർക്കുകയും തള്ളാടുകളെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പതുക്കെ നടത്തുകയും ചെയ്യുന്ന, ആർക്കും ഭാരമല്ലാത്ത, എല്ലാവരുടെ ഭാരവും ചുമക്കുന്ന നല്ല ദൈവം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ആകയാൽ നിന്റെ ഭാരം നീ ചുമക്കരുത്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും വിടുകയില്ല. അവൻ നിന്റെ ഭാരം ചുമക്കും. ഭാരം, ബർഡൻ, എൻ്റെ ഡിക്ഷണറി തരുന്ന വ്യാഖ്യാനം, weighing down one's heart. മനുഷ്യൻ്റെ ഉള്ള് ക്ഷയിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതാണ് ഭാരം. അവൻ്റെ ഉള്ള് ബലഹീനപ്പെടുമ്പോൾ, അവൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറയുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതാണ് ഭാരം. നീ ഭാരത്തോട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ? മറക്കരുത്, നിനക്കൊരു ദൈവമുണ്ട്.
അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഭാരം ചുമക്കുവാൻ ഇന്നും ജീവനോടിരിക്കുന്നവൻ. ഏത് നിമിത്തം ഭാരം? വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 25, 16, 17 വചനങ്ങളിൽ ഏകാകിയുടെ മനസ്സിൽ സങ്കടം വർദ്ധിക്കും. ആമേൻ. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഏകൻ, എനിക്കാരുമില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് സഹോദരങ്ങളില്ല, എനിക്ക് അമ്മയപ്പനില്ല, ഞാൻ ഏകൻ. ഏകാകിയുടെ മനസ്സ് സങ്കടം വർദ്ധിക്കും. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 38 ആണ്ടുകാലം രോഗം പിടിച്ച് കിടന്ന് ദ്രോഹി, ഇപ്പോൾ അവൻ്റെ ഭാരം അവൻ്റെ രോഗമല്ല. യേശു അവൻ്റെ അടുക്കൽ വന്നിട്ടും അവൻ പറയുന്നത്, ഞാൻ ഏകൻ, എനിക്ക് ആരുമില്ല. ഏകാകിയുടെ മനസ്സിൻ്റെ പീഡനം, മനസ്സിൻ്റെ ദുഃഖം വർദ്ധിക്കും. പ്രത്യേകിച്ചും മരണം, സെപ്പറേഷൻ, ആരുമില്ല എന്നുള്ള അവസ്ഥയിൽ ആയിത്തീരുന്ന ആളുകളുടെ ഭാരം കർത്താവ് വാഗ്ദത്തം നൽകുന്ന, എനിക്ക് ആരുണ്ടെന്നുള്ള നിലവിളിയോട് എത്തിയിരിക്കുന്നുവോ? സങ്കീർത്തനക്കാരൻ എഴുതുന്ന 68:5 ഞാൻ ദൈവം അരുളി ചെയ്യുന്ന, ഞാൻ അനാഥർക്ക് പിതാ. ആമേൻ, ആമേൻ. അത് ഇംഗ്ലീഷിൽ ഇപ്രകാരം, ഐ ആം എ ഫാദർ ഓഫ് ഫാദർലെസ്. അപ്പൻ ഇല്ലാത്തവന് ഞാൻ അപ്പൻ. ഭർത്താവ് ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ കർത്താവ് തന്നെ ഭർത്താവ്. വിധവകൾക്ക് ന്യായപാലനം നടത്തുന്ന ശരിക്കുമുള്ള ന്യായാധിപൻ ഞാൻ. ഐ എം എ റൈറ്റിയസ് ജഡ്ജ് ഫോർ വിഡോസ്. അനാഥർക്ക് പിതാ. നിന്റെ ഭാരം ചുമക്കുന്ന വലിയ ദൈവം നിനക്ക് ഉണ്ട്. രണ്ടാമത് വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്നു, നഷ്ടം, കഷ്ടം, ഉള്ളതും നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ? ദാവീദിന് ചെയ്ത അതേ സഹായം നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യും നിശ്ചയം. 1 സാമുവേൽ 30-ാം അധ്യായം 18-ാം വചനത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ദാവീദ്, കുടുംബം നഷ്ടപ്പെട്ട്, പെൺമക്കൾ നഷ്ടപ്പെട്ട്, സമ്പാദ്യം നഷ്ടപ്പെട്ട്, കൊട്ടാരം നഷ്ടപ്പെട്ട് ഭസ്മമായി, സർവം നഷ്ടപ്പെട്ട് അവൻ ദൈവസന്നിധിയിൽ കടന്നുപോയി. ദൈവസന്നിധിയിൽ ഒരു ആലോചന ചോദിച്ച്, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം പിതാവേ? ഷുഡ് ഐ പെർസ്യൂ ദ ട്രൂത്ത് ദാറ്റ് അറ്റാക്ട് മീ? എന്ന് ഇപ്രകാരം തകർത്തുക്കളഞ്ഞ പട്ടാളത്തെ ഞാൻ പിന്തുടരണമോ? God answered him, David, pursue the troop and attack. നീ പിന്തുടരുക, ശത്രുവിനെ അടിക്കുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു 1 സാമുവേൽ 30-ാം അധ്യായം 18-ാം വചനത്തിൽ, ഡേവിഡ് recovered all. ഡേവിഡ് recovered all. അവൻ നഷ്ടപ്പെട്ടത് എല്ലാം, ദാവീദ് നഷ്ടപ്പെട്ടത് എല്ലാം അവൻ വീണ്ടുകൊണ്ട്. നഷ്ടം നിനക്കൊരു ഭാരമാണോ? മരണം, പ്രിയപ്പെട്ടവരുടെ മരണം നിനക്കൊരു ഭാരമാണോ? ഈ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദാവീദിനെ സഹായിച്ചവൻ നിന്നെ സഹായിക്കും നിശ്ചയമാണ്. വ്യാധി മുഖാന്തരം ഭാരപ്പെട്ട് എത്തിയിരിക്കുന്നുവോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 8 ആണ്ടുകൾ കിടരോഗിയായി കിടന്ന അയനിയോസ് എന്നുള്ള മനുഷ്യൻ്റെ അടുക്കൽ ക്രിസ്തു പത്രോസിനെ അയച്ച് കൽപ്പിക്കുന്ന, അയനിയോസേ എഴുന്നേൽക്കുക, യേശു നിന്നെ സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ അവന് സൗഖ്യം കിട്ടി. 12 ആണ്ടുകാലം രക്തസ്രവം കൊണ്ട് അസ്ഥിയും തോലുമായി സമ്പാദ്യം ഡാക്ടർമാർക്ക് അടിയറ വെച്ച്
ഞാൻ ഇനി എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കൽ വന്ന് ഭയത്തോട് പുറകിൽ വന്ന് കർത്താവിൻ്റെ അങ്കിയുടെ അറ്റം അവൾ തൊട്ടപ്പോൾ അവൾക്ക് സവിക്കാം. 8 ആണ്ട് രോഗിക്ക് സവിക്കാം, 12 ആണ്ട് രോഗിക്ക് സവിക്കാം, 18 ആണ്ട് കാലം ലൂക്കോസ് 13:10 കുനിഞ്ഞിരുന്ന് ബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീ യേശു അവളെ തൻ്റെ അടുക്കൽ വിളിച്ച് തൻ്റെ കരം നീട്ടി അവളെ തൊട്ട് അപ്പോൾ അവൾ നിവർന്ന്, അപ്പോൾ ഉടനെ അവൾ നിവർന്ന് അവൾക്ക് സവിക്കാം. 38 ആണ്ട് കാലം ബെഥസ്ദാ കുളത്തിൽ കിടന്നവൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അവനും സവിക്കാം. 8 ആണ്ടോ 12 ആണ്ടോ 18 ആണ്ടോ 38 ആണ്ടോ ജീവിതം മുഴുവനും പാളയത്തിന് പുറത്ത് കിടന്ന് നിലവിളിക്കേണ്ട കുഷ്ഠരോഗി, എനിക്ക് മനസ്സുണ്ട് മകനെ, ശുദ്ധമാക, അവനും കർത്താവ് സവിക്കുക നൽകി. വ്യാധി എന്നുള്ള ഭാരത്തോട് നീ വന്നിരിക്കുന്നുവോ, യേശു നിന്നെയും തൊടും, നിന്നെയും തൊടും. ഡാക്ടർമാർ കൈമലർത്തിയോ, വൈദ്യശാസ്ത്രം കൈമലർത്തിയോ, യേശു കരം നീട്ടും. ആമേൻ. യേശു കരം നീട്ടി നിന്നെ സവിക്യമാക്കും. നിന്റെ ഭാരം ചുമക്കുന്ന യേശു ജീവനോടുകൊണ്ട്. കടംഭാരം ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞു എത്തിയിരിക്കുന്നുവോ? 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഭർത്താവ് പ്രവാചകനായിരുന്നു, സമ്പാദിച്ചു വച്ചത് കടം മാത്രം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന അവളെയും ദൈവം കൈവിട്ടില്ല, അവളെയും സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിച്ചു. ആകയാൽ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ പുലർത്തും. ക്ലേശം സങ്കീർത്തനം 90:15 നമ്മ പഠിപ്പിക്കുന്നു. പ്രശ്നം മുഖാന്തരം ക്ലേശത്തോട് എത്തിയിരിക്കുന്നുവോ? ക്ലേശങ്ങൾക്ക് അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് തക്ക സന്തോഷം നൽകുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. ആമേൻ. തുലാസിൽ വച്ച് നിറച്ചു നോക്കി നീ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് തക്ക സന്തോഷം, ഡിപ്രഷന് തക്ക സന്തോഷം ദൈവം നിനക്ക് തന്ന് തന്നെ പറഞ്ഞേക്കും. ദാവീദ് എഴുതുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ വലതു ഭാഗത്ത് വച്ചിരിക്കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. ആമേൻ. ഈ കർത്താവിനെ നീ വിടരുത്, ഈ രാജാതി രാജാവിനെ നീ വിടരുത്. അവൻ നിന്റെ ഭാരം ചുമക്കുന്ന ഏറ്റവും വലിയ ദൈവം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 13-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന, ഒരു വ്യക്തിയും തൻ്റെ കഴിവിന് മീതെ ഭാരം അവൻ്റെ തലയിൽ പിടിച്ച് കയറ്റുന്ന ദൈവം അല്ലവേ അല്ല നമ്മുടെ ദൈവം. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ. ആരുടെയും കഴുത്തിൽ അവൻ്റെ കപ്പാസിറ്റിക്ക് അധികം കഴിവിന് മേലായി കഷ്ടത അനുവദിക്കുന്ന ദൈവം അല്ലവേ അല്ല. കഷ്ടത കൊണ്ടോ അതിൻ്റെ പോംവഴിയും ദൈവം നിൻ്റെ ജീവിതത്തിൽ വച്ചിട്ടേ ഭാരം നിൻ്റെ ജീവിതത്തിൽ അനുവദിക്കുകയുള്ളൂ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 16-ാം അധ്യായം 33-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ അവസാനം തിന്മയല്ല സഹോദരങ്ങളെ, നന്മ മാത്രമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ,
കഷ്ടതയിൽ ധൈര്യം. ആമേൻ. കഷ്ടതയിൽ ആത്മഹത്യ അല്ല, കഷ്ടതയിൽ നാടുവിടുക അല്ല, കഷ്ടതയിൽ ധൈര്യം നൽകുന്ന ഒരേ ദൈവം, ഏക ദൈവം. ധൈര്യപ്പെടുവീൻ, ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു, ഒടുവിൽ ജയം. റോമർ 5:3 ഭാവിയിൽ നിനക്കൊരു പ്രത്യാശ, നിനക്കൊരു ഹോപ്പ് എൻ്റെ ദൈവം നൽകും. ഭാരം ചുമക്കുന്ന നല്ല ദൈവം. ആകയാൽ ഒന്നിനെക്കുറിച്ചും നീ വിചാരപ്പെടരുത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വചനങ്ങളിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നിനെക്കുറിച്ച് നീ വിചാരപ്പെടരുത്, പകരം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ അവൻ നിന്റെ ഭാരം നിനക്ക് മാറ്റിത്തരും, നിശ്ചയമാണ്. ഹല്ലേലൂയ. മനക്ലേശതരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, മനക്ലേശതരങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ, തിരുക്കാരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ നുരച്ചവനെ. തിരുക്കാരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ നുരച്ചവനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മറു യാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. എൻ്റെ ഇടതുഭാഗത്തിൽ വിധവയായ ഒരു സഹോദരി തുടരെ 3 ആത്മഹത്യകൾ നിങ്ങളുടെ കുടുംബത്തിൽ. യു ആർ എ വിഡോ, നിങ്ങളൊരു വിധവയാണ്. തുടരെ 3 ആത്മഹത്യകൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു. എനിക്കും മരിച്ചാൽ മതി എന്നുള്ള നിലവിളിയോട് എതിർക്കുന്ന സഹോദരി, നിങ്ങളിപ്പോൾ മരിക്കുകയില്ല. എൻ്റെ ദൈവം നിങ്ങളെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കുകയുമില്ല. നിങ്ങളെ ഞെരുക്കുന്ന കടംഭാരം സ്വർഗത്തിലെ ദൈവം 2 രാജാക്കന്മാർ 4:1 ആ വിധവയുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചുവോ അടക്കാട്ടിലും മേലായ രീതിയിൽ സ്വർഗം ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കും. ഈ ആണ്ടിൽ തന്നെ നിങ്ങളത് അനുഭവിക്കും. കർത്താവിൻ്റെ കരം ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ സിസ്റ്റർ നിങ്ങളെ തൊടുന്നു. അതേപോലെ എനിക്ക് ആരുണ്ട്, എനിക്ക് കടംഭാരം, എനിക്ക് വിട്ടുമാറാ വ്യാധി, തുടരെ എൻ്റെ കുടുംബത്തിൽ മരണം, ശത്രുക്കൾ 4 ഭാഗത്തും എന്ന് 4 കാരണങ്ങളാൽ നിരക്കപ്പെട്ട് നിലവിളിക്കുന്ന അനേക ദൈവമക്കളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം താണിറങ്ങി വരുന്നു. കർത്താവിൻ്റെ സഹായിക്കുന്ന കരം വ്യക്തിപരമായി തൊടുന്നു. വ്യക്തിപരമായി 12 ആണ്ട് കാലം ബ്ലീഡിങ്ങിന് ചികിത്സിച്ചിട്ടും സൗഖ്യം ലഭിക്കാതെ നിലവിളിക്കുന്ന ഒരു യുവതിയെ കർത്താവ് തൊടുന്നു. ഡോക്ടർമാർ വിധിയെഴുതി നിനക്കൊരു കുഞ്ഞിനെ കിട്ടുകയില്ല. ഇതേ ആണ്ട് കർത്താവ് നിങ്ങളുടെ ഗർഭത്തെ അനുഗ്രഹിക്കുന്നതാ. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഭിഷേക മഴ വ്യാപരിക്കുന്നു. ഓരോ ആളുകളിലും ആത്മാവിൽ നിറയുക,
ജേനറ്റ് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചയെ ഇരുൾ മൂടിയിരിക്കുന്നു. പഴയ സർപ്പം നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. ജേനറ്റ്, നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പഴയ സർപ്പത്തെ ആത്മാവിൻ്റെ കരം, പരിശുദ്ധാത്മാവിൻ്റെ കരം ഇപ്പോൾ മുറിക്കുന്നു. God set you free. അഗ്നി വ്യാപരിക്കുന്നു. ഓരോ വ്യക്തികളിലും അഭിഷേക തീയിൽ നിറയുവിൻ, അഭിഷേക തീയിൽ നിറയുവിൻ. കൊച്ചു കുട്ടികൾ, ചെറുപ്പക്കാർ, അമ്മമാർ, പിതാക്കന്മാർ എല്ലാവരും ശക്തിയോടെ നിറയുവേൻ, അഗ്നിയിൽ നിറയുവേൻ. അതിന് തുല്യം അത് മാത്രമാണ്. ഇൻ ഫില്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇൻ ഫയർ, അതിന് ഈക്വൽ അത് മാത്രമാണ്. ആത്മാവിൽ നിറയുവേൻ. മുൻ ആദ്യ വരിയിൽ നിന്ന് അവസാന വരി വരെ ഓരോ ആളുകളിലും അഭിഷേക തീ ഇറങ്ങുന്നിട. നന്ദി യേശുവേ, നന്ദി. പനിനീർ പുഷ്പം ശാരോനിലവ് താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം ശാരോനിലവ് താമരയുമേ താഴ്വരയിൽ. വിശുദ്ധരിൽ ആദി വിശുദ്ധനവൻ, സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ ആദി വിശുദ്ധനവൻ, സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ, ജീവമെല്ലാം ഈ മരു നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. നമ്പർ 1, യോബ് 7:20. യോബ് 7:20. യോബ് ദൈവസന്നിധിയിൽ കരയുന്നു. എനിക്ക് തന്നെ ഭാരം. ആമേൻ. നമ്മുടെ ശത്രുവിന് പോലും ഇത് സംഭവിക്കരുത്. He screamed, my God, I am my burden. I myself is burden to me. എനിക്ക് തന്നെ ഭാരം, എനിക്ക് നാനേ ഭാരം. ആമേൻ. ഹല്ലേലൂയ. നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ട് അകന്ന് നടക്കുന്നവൻ ദൈവഭക്തൻ. Why it happened to him? യോബ് ദൈവസന്നിധിയിൽ കരയുന്നു. എനിക്ക് എന്ത് ഇത് ഇങ്ങനെ സംഭവിച്ചു? എനിക്ക് തന്നെ ഭാരം. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഭാരം പല വകയിൽ ഉണ്ട്. ഭാരം വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മാനവരാശി ദൈവത്തിന് ഭാരം. തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 6:5 നമ്മ പഠിപ്പിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചല്ലോ എന്ന് ദൈവം ഭാരപ്പെട്ടു. Why I formed them? തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കി
എന്നും തണുത്ത അന്തരീക്ഷത്തിൽ അതിരാവിലെ സ്വർഗമിട്ട് ഇറങ്ങി ആദാമിനോട് സംസാരിക്കുന്ന ആ സ്നേഹസ്വരൂപനായ ദൈവം മനുഷ്യന് സൃഷ്ടിച്ചത് മുഖാന്തിരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവം മനുഷ്യനെ കുറിച്ച് ഭാരപ്പെട്ട് ഉൽപ്പത്തി 6:5 താൻ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കൊണ്ട് യഹോവ അനുദപിച്ച് ഇറ്റ് ഗ്രീവ്ഡ് ഹിം, ഇറ്റ് വാസ് എ ബർഡൻ ഫോർ ഗാഡ്. അത് ദൈവത്തിന് ഭാരമായി. മാനവരാശി ദൈവത്തിന് ഭാരം. കാരണം പ്രവർത്തനം ദോഷം, വിചാരം ദോഷം. ഉൽപ്പത്തി 6:5 പ്രവർത്തനവും വാക്കും പോക്കും ദോഷം. ആകയാൽ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നു, കൊലോസ്യർ 3:5 അനീതിയുടെ അവയവങ്ങളെ നിങ്ങൾ മരിപ്പിപ്പീൻ. മോർട്ടിഫൈ യുവർ അൺറൈറ്റിയസ് മെമ്പേഴ്സ് ഓഫ് യുവർ ബോഡി. അനീതിയുടെ ആയുധങ്ങളായ നിങ്ങളുടെ ശരീര അവയവങ്ങളെ പാപം ചെയ്യാതെ മരിപ്പിപ്പീൻ. കൊലോസ്യർ 3:5. 2 കൊരിന്ത്യർ 10:5 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ദുഷിച്ച വിചാരങ്ങളെ പിടിച്ചടക്കുവിൻ. ബ്രിങ് അണ്ടർ ക്യാപ്റ്റിവിറ്റി യുവർ വിക്കഡ് തോട്ട്സ്. നിങ്ങളുടെ ദുഷിച്ച വിചാരങ്ങളെ ക്രിസ്തു യേശുവിലുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുവിൻ. അല്ലാതെ പക്ഷം നാം ദൈവത്തിന് പോലും ഭാരമായിത്തീരും. നമ്പർ 1. രണ്ടാമത്, താൻ പ്രസവിച്ച സ്വന്തം മകൻ അമ്മയ്ക്ക് ഭാരം. 1 ദിനവൃത്താന്തം 4:9. ജേബസ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ തൻ്റെ ഉടമ്പിറപ്പുകളെക്കാൾ, ജേബസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു മാന്യൻ. ഹി വാസ് ഹോണറബിൾ. സ്വന്തം ഉടമ്പിറപ്പുകളെക്കാൾ ഇവൻ ജേബസ് മാന്യൻ. പക്ഷെ അമ്മയ്ക്കോ ഇവൻ വ്യസനം, പ്രസവിച്ചവൾക്കോ ഇവൻ ഭാരം. മാനവരാശി ദൈവത്തിന് ഭാരം. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് അമ്മയ്ക്ക് ഭാരം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അവസാന വചനത്തിൽ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അവസാന വചനത്തിൽ, 2 അധ്യായങ്ങളിലും അവസാന വചനങ്ങളിൽ ഏസാവ് ഭാര്യ റബേക്ക, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന തൻ്റെ മൂത്ത മകൻ ഏസാവ് കൊണ്ടുവന്ന അന്യജാതി മരുമക്കൾ, 1 ജൂഡിത്ത്, 2 ബേസ്ബത്ത്. ജൂഡിത്തും ബേസ്ബത്തും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഭക്തൻ ഏസാവിന് ഭാരം. കൊണ്ടുവരപ്പെട്ട മരുമക്കൾ വീട്ടിൽ ഭാരം. പ്രസവിച്ച മകൻ അമ്മയ്ക്ക് ഭാരം. സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി മാനവരാശി ദൈവത്തിന് ഭാരം. ന്യായാധിപ പുസ്തകം 11-ാം അധ്യായം 2-ാം വചനത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഇബ്താഖ് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഗലയാത്തിൻ്റെ മകൻ ഇബ്താഖ്. ഗലയാത്തിൻ്റെ ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നു. ന്യായാധിപ പുസ്തകം 11-ാം അധ്യായം 2-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഇബ്താഖോ അവൻ പരസ്ത്രീയുടെ മകൻ. The Bible says he was a son of a harlot. അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്വന്തം ഉടമ്പിറപ്പുകൾ ഇവൻ അടിച്ചു പുറത്താക്കി. സ്വന്തം സഹോദരന്മാർ, ആ വീട് ഇവൻ അവകാശപ്പെട്ടതാണ്, ഇബ്താഖിന് അവകാശപ്പെട്ടതാണ്. സ്വന്തം സഹോദരന്മാർ
ഇബ്താക്കിന് വീട് വിട്ട് പുറത്താക്കി. സ്വന്തം സഹോദരങ്ങൾ ഇബ്താക്കിന് ഭാരം. ഇവിടെ ഇത് ഒന്നുമല്ല. യോബ് പറയുന്നു, ഞാൻ തന്നെ എനിക്ക് ഭാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ എനിക്ക് ഭാരം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആവർത്തന 32:11 പറക്കാൻ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുകഴുകൻ, അമ്മക്കഴുകൻ, പറക്കാൻ അറിഞ്ഞുകൂടാത്ത കുഞ്ഞുകഴുകൻ്റെ കൂട് അനക്കി. ആ സംഭവത്തെയാണ് ജെരമ്യ പ്രവാചകൻ എഴുതുന്നു. വിലാപം 3:27 വചനത്തിൽ, ബാല്യത്തിലെ ചുമക്കുന്ന നുകം, കുട്ടിക്കാലത്ത് നീ ചുമക്കുന്ന നുകം, പറക്കാൻ അറിഞ്ഞുകൂടാത്ത സമയത്ത് അമ്മക്കഴുകൻ തന്നെ കുട്ടിക്കഴുകൻ്റെ കൂടനക്കി. അവന് പറക്കാൻ അറിഞ്ഞുകൂടാ. അവൻ നിലവിളിക്കുന്നു. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ അമ്മക്കഴുകൻ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിക്കും. അതാണ് വിലാപം 3:20 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് നമുക്ക് ഭാഗ്യം. ഹല്ലേലൂയ. ബാല്യത്തിലെ ഭാരം നമുക്ക് ഭാഗ്യം. ഇവൻ ചുമന്ന ഭാരം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോബ് 3-ാം ആദ്യ 4 വചനങ്ങളിൽ, അനന്തരം വാ തുറന്ന് അവൻ തന്നെ ശപിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഒരു ആൺകുട്ടി ജനിച്ച് എന്നുള്ള നാൾ ശപിക്കപ്പെടട്ടെ. He cursed himself. കാരണം ഞാൻ എനിക്ക് തന്നെ പാഠം. കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോബ് 1-ാം വചനത്തിൽ, മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെട്ട് ഒരു വീടിനെയും തൊട്ടില്ല. ആ നാട്ടിലെ ഒരു വീടിനെയും തൊട്ടില്ല. മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെട്ട്, യോബിൻ്റെ പുസ്തകം 1-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. യോബിൻ്റെ വീടിനെ മാത്രം ലാക്കാക്കി വന്ന് ആ വീടിനെ തകർത്ത് കളഞ്ഞ് ആ വീട്ടിൽ പാർത്തിരുന്ന യോബിൻ്റെ 10 മക്കളും ക്ഷണത്തിൽ മരിച്ചു. യോബ് നിലവിളിക്കുന്നു. കാരണം യോബ് 1:5 നമ്മെ പഠിപ്പിക്കുന്നു. യോബ് 10 മണിക്ക് ഉണരുന്ന ഭക്തനല്ല, അതിരാവിലെ ഉണരും. അതിരാവിലെ ഉണർന്ന് ഈ 10 മക്കളെയും തൻ്റെ അടുക്കൽ വിളിച്ചിരുത്തി, അറിഞ്ഞോ അറിയാതെയോ ഇവർ ഹൃദയം കൊണ്ട് സൃഷ്ടിതാവിന് വിരോധമായി പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ക്ഷമിക്കണമേ എന്ന് അവിടെ കഴുകലിന് വേണ്ടി, പരിശുദ്ധത്തിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് ഇവർക്ക് ദോഷമൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തൻ യോബ്. ആ മക്കൾ തന്നെ 10 പേരും ക്ഷണത്തിൽ മരിച്ചുപോയി. അവൻ എഴുതുന്നു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നേരം കഷ്ടതയല്ല, മാത്രതോറും കഷ്ടത. യോബ് 7:18. Every moment I am afflicted. Job says, every moment I am afflicted. മാത്രതോറും എനിക്ക് കഷ്ടത, എനിക്ക് അനർത്ഥം, എനിക്ക് ഞെരുക്കം. എന്തുകൊണ്ട്? ഞാൻ എനിക്ക് തന്നെ ഭാരം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യോബ് 7-ാം അധ്യായം 3, 4, 5, 6, 7 വചനങ്ങളിൽ
രാത്രി കിടക്കുമ്പോൾ യോബ് കരയും. രാവിലെ ഞാൻ എപ്പോൾ ഉണരും? രാവിലെ ഞാൻ എപ്പോൾ ഉണരും? രാത്രി കിടക്കാൻ പോകുമ്പോൾ അവൻ വിലപിക്കും. When shall I wake up early in the morning? യോബ് 7:3 7:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ജീവനുള്ള പുഴു ഇറ്റിറ്റ് വീണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യോബ് 29:6 പണ്ട് അന്ന് അവൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വെണ്ണ കൊണ്ട് തൻ്റെ ശരീരം മിനുക്കിയവൻ. അത്ര സമ്പന്നൻ. വെണ്ണ കൊണ്ട് തൻ്റെ ശരീരം മിനുക്കിയവൻ. പാറയിൽ നിന്ന് ചുരന്ന പ്യൂവർ തൈലം, പരിശുദ്ധ തൈലം തൻ്റെ ശരീരത്തിൽ പൂശിയ മഹാൻ. അവൻ്റെ ശരീരത്തിൽ പുഴു. ഇന്ന് ശരീരത്തിൽ പുഴു. ഓട്ടിൻ്റെ കഷ്ണമെടുത്ത് ചുരണ്ടി അവൻ നിലവിളിക്കുന്നു, ദൈവമേ, ഞാൻ എനിക്ക് തന്നെ ഭാരം. പക്ഷെ അവൻ ഉറച്ചു നിന്ന്, ദൈവത്തിൽ ഉറച്ചു നിന്ന്, നീ എന്നെ ഇങ്ങനെ ശോധന കഴിച്ചാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആമേൻ. അവൻ ഉറച്ചു നിന്ന്, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ദൈവം അവനെ കൈവിട്ടില്ല. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി നൽകി. ഇതല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ നീ ഇവിടെ എത്തിയിട്ടുണ്ടോ? കഷ്ടതയും കണ്ണുനീരും നിലവിളിയും ബുദ്ധിമുട്ടും തകർന്ന അവസ്ഥയിൽ നീ വന്നിട്ടുണ്ടോ? യോബുവിൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം. ആമേൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു അഭിഷേക് സുന്ദർ സിംഗ് ഇവിടെ വന്ന് നിന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമെന്ന്? അതാണ് എൻ്റെ ദൈവത്തിൻ്റെ ബലം. ആമേൻ, ആമേൻ, ആമേൻ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാകളങ്ങൾ ഊണ്ടിടുമ്പോൾ പൂണ്ടലമ്പി റയ്ക്കുമേ. കാകളങ്ങൾ ഊതിടുമ്പോൾ പൂണ്ടലമ്പി റയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടാം. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി, ശക്തിയോടെ ശക്തിയോടെ ബലമായി. ഇന്ന് നിന്റെ ഭാരം മാറിപ്പോകുന്ന നാൾ. ഏകാന്തതയാണോ? അടുത്തടുത്ത് മരണമാണോ? ക്ഷാമമാണോ? കഷ്ടതയാണോ? കടംഭാരമാണോ? മക്കളില്ലായ്മയാണോ? എന്നും കേസും വഴക്കുമാണോ? കടംഭാരമാണോ? കർത്താവിൻ്റെ കരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്റെ മേൽ വ്യാപരിക്കുന്നു. വാ തുറന്ന് നിലവിളിച്ചാട്ടെ. കരയണം, കരയണം. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകണം. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകണം. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. Everyone should be filled now. ഓരോ ആളുകളിലും ആത്മാവിൽ നിറയണം, നിറയണം. കാഴ്ചക്കാരായി നിൽക്കരുത്, കാഴ്ചക്കാരായി നിൽക്കരുത്. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. എല്ലാരിലും 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 എല്ലാരിലും. റബ്ബ ലഞ്ചന ഷഖാലദൻ ധനദബ
നന്ദി 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 യേശുവേ നന്ദി. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ, ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോൾ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിൻ്റെ പാട്ടുകൾ, വാദ്യഘോഷങ്ങളോടുന്ന ജയത്തിൻ്റെ പാട്ടുകൾ, ആഘോഷമായി പാടിയിടുക ബുദ്ധിമാന്. ടീ 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 റബ റബ ജനശാലദ രഗാലദം ധനദബ രഞ്ജന രഞ്ജന. ഓ സ്വർഗം താണിറങ്ങി വരുന്നു. ആമേൻ ആമേൻ. വിടേണ്ടത് വിടുക, കെട്ടിയിരിക്കുന്ന രക്ഷക്കുഴലുകൾ അറുത്തെറിയുക, ആത്മാവിൽ നിറയുക. ഉള്ളും ഹൃദയമും ബുദ്ധിയും തുറക്കപ്പെടട്ടെ, ഹൃദയമും ബുദ്ധിയും തുറക്കപ്പെടട്ടെ. ഞാൻ എനിക്ക് തന്നെ ഭാരം, അവനെയും ദൈവം അനുഗ്രഹിച്ച് രട്ടിയായി ഉയർത്തി. ആ ദൈവമാണ് നിന്റെ ദൈവം. തടസ്സമായി നിൽക്കുന്ന പാപം, അതിക്രമം, അക്രമം ഒഴിഞ്ഞു വാ, ഒഴിഞ്ഞു വാ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന കയറുകൾ അഴിഞ്ഞു വീഴുന്നത്, അഴിഞ്ഞു വീഴുന്നത്, അഴിഞ്ഞു വീഴുന്നത്. ബന്ധിച്ചു വെച്ചിരിക്കുന്ന കയറുകൾ യേശുവിൻ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. I unloose in the name of Jesus. ആമേൻ. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. ഇനി ബന്ധനമില്ല, ഇനി ബന്ധനമില്ല. 3 ആണ്ടുകളായി ഉറക്കമില്ലാതെ, 3 ഡോക്ടർമാരെ കണ്ടിട്ടും പ്രയോജനമില്ലാതെ നിലവിളിക്കുന്ന യുവാവേ, കർത്താവ് നിങ്ങളെ തൊടുന്നത് ഞാൻ കാണുന്നു. You are set freed. നിങ്ങൾക്കിപ്പോൾ സ്വാതന്ത്ര്യം, വിടുതൽ. ഞാൻ എനിക്ക് തന്നെ ഭാരം, ഞാൻ എനിക്ക് തന്നെ ഭാരം. 3 പെൺമക്കളുടെ മാതാവ് ഇങ്ങനെ നിലവിളിക്കുന്നു, ഞാൻ എനിക്ക് തന്നെ ഭാരം. നീ അനുഗ്രഹിക്കപ്പെട്ടവൾ മകളെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ മകളെ. പ്രത്യേകിച്ചും വിധവ അമ്മമാരിൽ സ്വർഗത്തിലെ തിരുകൃപ ഇപ്പോൾ വ്യക്തിപരമായി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നേ. നിങ്ങൾ വിധവകളല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ടീ 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 അഭിഷേക ടീ. സ്തുതിക്കുക, സ്തുതിക്കുക, തുടർന്ന് സ്തുതിക്കുക. നീറ്റ് എഴുതുവാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ ഓടി മുമ്പിൽ വരിക. നീറ്റ് എഴുതുവാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ വേഗം മുമ്പിൽ കടന്നു വരിക. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം. വേഗം വേഗം വേഗം. ആരും കണ്ണുകൾ തുറക്കരുത്. നിലവിളിക്കുക, 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 നിലവിളിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവിൻ്റെ അത്ഭുത കരം ഈ അനുജത്തിമാരിൽ ഇപ്പോൾ ഇറങ്ങട്ടെ രാജ,
ഇപ്പോൾ 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 സ്വർഗം ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. ഗ്രേസ് മാർക്ക് നൽകണമേ. ഇവർ ഉയരത്തിൽ പറക്കട്ടെ അപ്പാ. ഹെൽപ് ദം, ഹെൽപ് ദം. സഹായിക്കണമേ. നന്ദി, 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 നന്ദി. മക്കളില്ലാതെ നിലവിളിക്കുന്ന ചില വ്യക്തികളെ കർത്താവിൻ്റെ കരം അവിടെ ഉദരത്തെ തൊടുന്നു. ശാപ ഇരുളിപ്പോൾ മാറുന്നു, മാറുന്നു. എന്നും കോടതി കയറി ഇറങ്ങി അന്യായ കേസ് മുഖാന്തരം മനസ്സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്ന 2 കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി, നന്ദി, നന്ദി യേശുവേ, നന്ദി, നന്ദി. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഓടിടുമ്പോൾ പൂണ്ടലമ്പിറയ്ക്കുമേ, കാഹളങ്ങൾ ഓടിടുമ്പോൾ പൂണ്ടലമ്പിറയ്ക്കുമേ. ജയം, ജയം, ഹല്ലേലൂയ. ജയം, ജയം എപ്പോഴും. ജയം, ജയം, ഹല്ലേലൂയ. ജയം, ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം, ജയം എപ്പോഴും. 4 സങ്കീർത്തനം 38:4. சங்கீதம் 38:4. என்ற அகர்த்தியங்கள் என்ற தலைக்கு மீதே கவிஞ்சிருக்கின்றன. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. ഞാൻ എനിക്ക് തന്നെ ഭാരം. ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, എൻ്റെ അക്രമം, എൻ്റെ അന്യായം, എൻ്റെ ദുഷ്ടത എൻ്റെ തലയ്ക്ക് മുകളിൽ എനിക്ക് ഭാരം. ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപ സ്വഭാവത്തിൻ്റെ അനന്തര ഫലം ക്രൂരമാണ്. ആകയാൽ പാപം ചെയ്യരുതേ, പാപം ചെയ്യുവാൻ നടുങ്ങുവിൻ, പാപം വിട്ട് ഓടുവിൻ. സങ്കീർത്തനം 4:4. എബ്രായർ 12:1 മുതൽ ചില വചനങ്ങൾ. പാപം ചെയ്താലോ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എസെക്കിയേൽ 18:4 വചനം, 19 വചനം, 20 വചനങ്ങളിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നാം പാപം ചെയ്താൽ നമ്മുടെ ദേഹി ചാകും, അകത്തെ മനുഷ്യൻ ചാകും. റോമർക്കെഴുതിയ ലേഖനം 7:11 വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ ചതിക്കും, നിന്നെ ഒരു നാൾ കൊല്ലും. സദൃശവാക്യം 2:23 വചനം നമ്മെ പഠിപ്പിക്കുന്നു, നീ ചെയ്യുന്ന പാപം നിന്നെ ഒരു നാൾ പിടിച്ചടക്കും. ആകയാൽ പാപം ചെയ്യരുതേ. പാപം ചെയ്താലോ സ്നേഹസ്വരൂപനായ ദൈവം 59:2 നിന്റെ ശത്രുവായി തീരും. ജീവിതം ട്രാജഡിയായി തീരും. ആകയാൽ പാപം ചെയ്യരുതേ. പാപം ചെയ്താൽ ഉൽപ്പത്തി 4:7 3 തലമുറകൾ ആ അക്രമം നിന്റെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് കിടക്കും.
ഒരു നന്മയും നിന്റെ കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് പ്രവേശിക്കുവാൻ അവൻ വിടുകയില്ല. അതാണ് ജെരേമിയ എഴുതുന്ന 5:25. നിന്റെ പാപം നിന്റെ നന്മയ്ക്ക് മുടക്കം വരുത്തും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ നീതിയോ, ഒന്ന്, കുറ്റം ചെയ്ത ആള് വലിയ പ്രധാനമന്ത്രി ആയാലും ദൈവം വെറുതെ വിടുകയില്ല. ആമേൻ, അതാണ് ദൈവത്തിൻ്റെ നീതി. പുറപ്പാട് 34:7, യാത്രാഗമം 34:7. ചെയ്ത പാപം അക്രമക്കാരന് ദൈവത്തിൻ്റെ നീതി വെറുതെ വിടുകയേയില്ല. ഇത് ഒരു ഭാഗം. അതിന് തക്കതായ ശിക്ഷ കഴിഞ്ഞ ഉപവാസപ്രത്തിൽ നാം ധ്യാനിച്ചതാണ്. 10 ആളുകളെ ഉപദ്രവപ്പെടുത്തിയ രാജകുമാരൻ്റെ ശരീരത്തിൽ 10 കുത്ത്, 9 കുത്തുമല്ല, 11 കുത്തുമല്ല, ശരിക്കും ന്യായമായി വിധിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, അമ്മയുടെ ഗർഭം മുതൽ നസീരനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട സിംസോൻ കാണാൻ പാടില്ലാത്തത് കണ്ട് ന്യായാധിപ പുസ്തകം 16-ാം അധ്യായം 1-ാം വചനം, ന്യായാധിപ പുസ്തകം 16-ാം അധ്യായം 2-ാം വചനം, 3-ാം വചനം, 16-ാം വചനം, 18-ാം വചനം, 20-ാം വചനം, 21-ാം വചനം. കാണാൻ പാടില്ലാത്തത് ഈ പരിശുദ്ധ ഭക്തൻ കണ്ട സ്ഥലത്ത് അവൻ ചെന്ന സ്ഥലത്ത് അവൻ കിടന്ന സ്ഥലത്ത് ഹൃദയത്തിൻ്റെ രഹസ്യം അവൻ പകർന്നപ്പോൾ അവനിൽ വാസമായിരുന്ന ദൈവബലം അവനെ വിട്ടുപോയി. ശത്രുക്കൾ ഓടി വന്ന്, ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നവൻ ഇപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ വരും ഒരു കളിവസ്തുവായി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാവട്ട കണ്ട കണ്ണിനെ തന്നെ ശത്രുക്കൾ കുത്തിപ്പൊട്ടിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവൻ വെറുതെ വിടുകയില്ല. ദാവീദ് ഒരിക്കൽ സങ്കീർത്തനത്തിൽ അവൻ വാവിട്ട് കരയും, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു. My bones are impoverished. There is no power. സങ്കീർത്തനം 32:3-4. എൻ്റെ അസ്ഥികളിൽ ബലമില്ല, കാരണം ഈ അസ്ഥി കൊണ്ടാണ് പാപം ചെയ്തത്. അസ്ഥികൾ ക്ഷയിച്ചു. മകനേ, നിന്റെ അക്രമം ഞാൻ ക്ഷമിച്ചു തന്ന് എന്ന് ദൈവശബ്ദം കേൾക്കുന്ന നാളിക വരെ ദാവീദ് ദൈവത്തെ വിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ നീതി. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഷഡിശവാക്യം 28:13 നമ്മെ പഠിപ്പിക്കുന്ന, ചെയ്തുപോയ അക്രമം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഏറ്റുപറഞ്ഞ് നീ അത് ഉപേക്ഷിച്ചാൽ ഔദാര്യമായി ക്ഷമിക്കുന്ന നല്ല ദൈവമാണ് നിന്റെ ദൈവം. അവൻ ദൈവശബ്ദം ക്ലിയറായി കേട്ട് 32:5 സങ്കീർത്തനം, நான் உன்னை மன்னித்தேன், நான் ക്ഷമിച്ചു തന്നിരിക്കുന്നു. I forgave you. ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആ പാപത്തിൻ്റെ ഭാരം മാറിപ്പോകുകയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു,
മാറ്റൊലി ഞാൻ കേട്ടിടും നാട്ടിലെങ്ങുമേ. ക്ഷാമം പോകുമ്പോ ആടിനാറുമ്പോ, ക്ഷാമം പോകുമ്പോ ആടിനാറുമ്പോ, വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. അവസാനം 2 സാമുവേൽ 15:33. ഹൂഷായ് എന്നുള്ള മനുഷ്യൻ അങ്കി കീറിയും തലയിൽ മണ്ണും വാരിയിട്ടുകൊണ്ട് ദാവീദിന് എതിരെ വരുന്നത് ദാവീദ് കണ്ട്. അവനോട് ദാവീദ് പറഞ്ഞത്, ഹൂഷായ്, നീ എന്നോട് കൂടെ പോന്നാൽ എനിക്ക് നീ ഭാരമായിരിക്കും. എന്നോട് പോരരുതേ, നീ എനിക്ക് ഭാരമാണേ. സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയും തൻ്റെ രക്തം ചൊരിഞ്ഞ് വൃത്തിയാക്കി വെടിപ്പാക്കി തൻ്റെ മക്കളായി, സ്വന്തം മക്കളായി അവൻ കാത്തു സൂക്ഷിക്കുന്നത് മറ്റവരുടെ ഭാരം ചുമന്ന് ഓട്ടം ഓടി ബിരുദ് പ്രാപിപ്പാൻ. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗലാത്യ ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, അവൻ എനിക്കൊരു ഭാരം എന്ന് നീ മാറിപ്പോകരുത്. കാരണം നാം ആരാധിക്കുന്ന നിസ്തുല്യ ദൈവം നാം എല്ലാവരുടെയും പാപം ചുമക്കുവാൻ, ഭാരം ചുമക്കുവാൻ അവൻ ഇറങ്ങി വന്നവൻ. നമ്മുടെ ഭാരം ചുമക്കുവാൻ ഇറങ്ങി വന്നവൻ. ഐസയ്യാ പ്രവചനം 53-ാം അധ്യായം 3-ാം വചനത്തിൽ, ഐസയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാം വചനത്തിൽ, ഐസയ്യാ പ്രവചനം 53, 4, 5, 6 വചനങ്ങളിൽ ഓർക്കുക, 2000 ആണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ സന്താനമായി, ഉൽപ്പത്തി 3:15, 2000 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗത്തോളം എത്തി നിൽക്കുന്ന ഒരു കോവണിയായി, ക്രിസ്തു എന്നുള്ള കോവണിയായി, ഉൽപ്പത്തി 28:12, 2000 ആണ്ടുകൾക്ക് മുമ്പ് സംഖ്യ 24:17 വലിയ പ്രവാചകൻ കണ്ട സ്വപ്നം, യാക്കോബിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കുന്നത് ഞാൻ കാണുന്നു. 2000 ആണ്ടുകൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന കൈ തൊടാത്ത കല്ല്, ദാനിയേൽ പ്രവചനം 2:34 അവൻ ഇറങ്ങി വന്നത് നാം എല്ലാവരുടെയും വിസനം, 53:3 വിസന പാത്രം ആകുവാൻ വേണ്ടി. നീ ഇനി വിസനപ്പെടരുത് സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ഇനി വിസനപ്പെടരുത്. അവൻ ക്രൂസിൽ നമ്മുടെ വിസന പാത്രമായി. ആമേൻ, ഹല്ലേലൂയ. അവൻ നമ്മുടെ വിസന പാത്രമായി, നമ്മുടെ ഭാരം ചുമക്കുന്ന വിസന പാത്രമായി. നമ്പർ 1. 2, 53 ഐസയ്യാ 4-ാം വചനത്തിൽ നമ്മുടെ സർവരോഗമും അവൻ വഹിച്ചു. അടുത്ത വചനം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ വേദനകൾ ക്രൂസിൽ അവൻ ചുമന്ന്. ഹല്ലേലൂയ. 5-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. 6-ാം വചനം, നാം എല്ലാവരുടെയും അക്രമം
ആ ഒരുത്തൻ യേശുവിൻ്റെ മേലായി എന്ന് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. നമ്മുടെ ഭാരം ചുമപ്പാൻ ഇറങ്ങി വന്ന് ദൈവമാണ് അവൻ. അത് നമുക്കൊരു പാഠം. നമ്മുടെ ഭാരം അവൻ ചുമന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സമൂഹമുണ്ട്. ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ ബുദ്ധിയും ഉള്ളും എപ്പോഴും അടച്ചേ വച്ചിരിക്കുന്ന ഒരു സമൂഹം. 2 കൊരിന്ത്യർ 2:15 നമ്മ പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ. ഹല്ലേലൂയ. പോരാ പോരാ. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിച്ചു പോകുന്നവരുടെ ഇടയിൽ നിങ്ങളും ഞാനും. ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. ദൈവം നമ്മുടെ ഭാരം ചുമന്നത് നാം മറ്റവരുടെ ഭാരം ചുമക്കാൻ വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഭാരം ചുമക്കുന്ന ഒരു സമൂഹമുണ്ട്. പൗലോസിന് ദൈവം വിളിച്ചപ്പോൾ 9:15 അപ്പോസ്തലൻ 9:15 രാജാക്കന്മാർ, ഇസ്രായേൽ ജനം, ജാതികൾ ഇവരുടെ ഭാരം നീ ചുമക്കും. തിമോത്തിയുസ് ലേഖനത്തിൽ തൻ്റെ തുല്യ ചിന്തകൻ തിമോത്തിയുസിനെ കുറിച്ച് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. 1 തിമോത്തിയുസ് 4:12 അവൻ്റെ മുമ്പിൽ ഒരു സമൂഹമുണ്ട്, വിശ്വാസ സമൂഹം. അവരുടെ ഭാരം തിമോത്തിയുസേ നീ ചുമക്കണം. മക്കൾ ഇല്ലാതിരുന്നപ്പോൾ ആബ്രഹാമിനെ ദൈവം വിളിച്ച് ഉൽപ്പത്തി 18:19 തൻ്റെ മക്കൾ, തൻ്റെ ഭാവി തലമുറ, അവരുടെ ഭാരം ആബ്രഹാമേ നീ ചുമക്കണം. ജെറമ്യ 7:3-24 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നിന്നെ വിവാഹം പോലും ചെയ്യുവാൻ അനുവദിക്കാതെ ജെറമ്യാവേ നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ചത് നിന്റെ മുമ്പിൽ നെറ്റിയിൽ പട്ടം വെച്ച് ഇടയ്ക്ക് കെട്ടും കെട്ടി കാല് കണ്ണു മുതൽ തലയില് ചെവി മുതൽ കാല് കണ്ണു വരെ വെള്ളവസ്ത്രമായി വരുന്ന, പുറമേ വെള്ളയും അകത്തെ ശവപ്പറമ്പുമായ ചില ആളുകൾ വരും. ഗോ ടു ദി ടെമ്പിൾ മെയിൻ ഗേറ്റ്. ജെറുസലേം ദേവാലയത്തിന്റെ വാതിൽക്കൽ പോയി നിന്ന് താക്കീത് നൽകുക, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവിൻ. ജെറമ്യ 7:3 അവരുടെ ഭാരം ചുമക്കുവാൻ, വിവാഹം പോലും ചെയ്യുവാൻ ജെറമ്യാവിനെ അനുവദിക്കാതെ ദൈവം ജെറമ്യാവിനെ വിളിച്ചു. മോശയെ വിളിച്ചതോ 6 ലക്ഷം കുടുംബങ്ങളുടെ ഭാരം ചുമക്കുവാൻ. ഒരു സന്ദർഭത്തിൽ ഭക്തൻ മോശെ നിലവിളിക്കുന്നു, ദൈവമേ ഇത് എനിക്ക് അതിഭാരം. കാരണം ഇവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകളല്ല, എപ്പോഴും പിറുപിറുക്കുന്നവർ, എപ്പോഴും ദുരാഗ്രഹികൾ, എപ്പോഴും മത്സരികൾ. സംഖ്യ 11:14 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, സാഷ്ടാംഗം വീണ് ദൈവസന്നിധിയിൽ എന്നെ കൊന്നു കളയണമേ, ഇത് അതിഭാരം. 2000 ആണ്ടുകൾക്ക് മുമ്പ് പിളർക്കപ്പെടുവാൻ, ഐസയുടെ ഭാഷയിൽ പറഞ്ഞാൽ 53:10 പിതാവാൽ തകർക്കപ്പെടുവാൻ വേണ്ടി ക്രിസ്തു യേശു, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നീ നന്മയുടെ മുഖം കാണുവാൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു പാറ. പുറപ്പാട് പുസ്തകം 33:21 മോശയോട് പിതാവാം ദൈവം അരുളി ചെയ്യും, ഇതാ എൻ്റെ അടുക്കൽ ഒരു പാറ ഉണ്ട്, അത് പിളർക്കപ്പെട്ട പാറ. മോശേ, ആ പിളർക്കപ്പെട്ട പാറയിൽ ഞാൻ നിന്നെ കൊണ്ട് ആക്കും, നിനക്ക് ദോഷം സംഭവിക്കുകയില്ല. നമുക്ക് വേണ്ടി 2000 ആണ്ടുകൾക്ക് മുമ്പ്
പിളർക്കപ്പെട്ട തകർക്കപ്പെട്ട ഒരു പാറയുടെ ഇടയിൽ ആശ്രയം കണ്ടെത്തുക. നമ്മുടെ ഭാരം അവൻ വഹിക്കും, നിശ്ചയമാണ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം. കേട്ട വചനം മറക്കരുത്. ഉള്ളിൽ എഴുതി വയ്ക്കുക, ഉള്ളിൽ വരച്ചിടുക. യേശുവേ എന്ന് നിലവിളിക്കുമോ? നന്ദി, നന്ദി. ഉള്ളു തുറക്കാം. യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ജീവിതത്തിൽ വരണമേ, എൻ്റെ ഹൃദയത്തിൽ വരണമേ. എല്ലാവരും ശക്തിയോട് ശബ്ദമുയർത്തി ശക്തിയോട് നിലവിളിച്ചാട്ടെ ശക്തിയോട് അപ്പാ എന്ന് കരയുക. നീ ഇനി ഭാരം ചുമക്കേണ്ട. നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു പാറയുടെ ഇടയിലായിക്കൊള്ളുക. ആ പാറ, കൊരിന്ത് ലേഖനം പഠിപ്പിക്കുന്നു, ക്രിസ്തു തന്നെ ആ പാറ. തകർക്കപ്പെട്ട പാറയുടെ ഇടയിലായിക്കൊള്ളുക. നീ നന്മയെ കണ്ടെത്തും. നീ ഭാരം ചുമക്കേണ്ട ആവശ്യമേയില്ല. നിലവിളിച്ചാട്ടെ, ദൈവസന്നിധിയിൽ കരഞ്ഞാട്ടെ. ആമേൻ. അഗ്നി മഴ, ആത്മാവിൻ്റെ നിറവ് ഓരോ ആളുകളിലും ഓരോ വ്യക്തികളിലും കൈകൾ ഉയർത്തി കൈകളെ തട്ടി. ആമേ. ഇത് ചുമ്മാ പ്രസംഗിക്കപ്പെട്ട വചനമല്ല. ഈ വചനത്തിൽ ദൈവശക്തി ഉണ്ട്. ബിലീവ് ഇറ്റ്. നീ വിശ്വസിക്കുക. ഇന്ന് നീ കൊണ്ടുവന്ന ഭാരം യേശു തുടച്ചു മാറ്റും. 2000 ആണ്ടുകൾക്ക് മുമ്പ് ക്രൂസിൽ കിടന്ന യേശു നിന്റെ വിഷനം എന്നുള്ള ഭാരം അവൻ വഹിച്ചതാണ്. ഈ ദൈവത്തിനെ മറക്കരുത്, ഈ കർത്താവിനെ നീ മറക്കരുത്. നിലവിളിക്കുക. മലടിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ട് ചില കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. കൈ ഒഴിയരുത് അപ്പാ, കൈ ഒഴിയരുത്. അവർ സഹിച്ച നിന്ദ മതി, അവർ സഹിച്ച നിന്ദ മതി. Touch every barren womb now. എല്ലാ മലട്ട് വയറുകളെയും അപ്പനിപ്പോൾ തൊടേണം. ഒരു കുഞ്ഞിനെ വയ്ക്കണം രാജ, ഒരു കുഞ്ഞിനെ വയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ വിടുതൽ. തടസ്സം മാറിപ്പോ. ഒരു ബിസിനസ് തുടങ്ങുവാൻ തടസ്സം, ഒരു ജോലി ലഭിക്കുവാൻ തടസ്സം, ഒരു ഇന്റർവ്യൂ ജയിപ്പാൻ തടസ്സം, ഒരു വിവാഹം നടക്കാൻ തടസ്സം, ഒരു വീട് പൂർത്തീകരിപ്പാൻ തടസ്സം. യേശുവിൻ നാമത്തിൽ ഈ മക്കളുടെ തലമേൽ വീണിരിക്കുന്ന തടസ്സം അതില് യേശുവിൻ നാമത്തിൽ ഞാൻ തകർക്കുന്നു. തടസ്സം മാറിപ്പോ. മാനിക്കണം, ഇവരെ മാനിക്കണം. ഇവിടെ വീട് വിട്ട് അകലെ നിന്ന് പഠിക്കുന്നവരുണ്ട്, അകലെ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. കരുതിക്കൊള്ളണമേ, അങ്ങയുടെ മക്കളെ കരുതിക്കൊള്ളണമേ. യേശുവിൻ നാമത്തിൽ വിടുതൽ. ഉറക്കമില്ലാത്ത രാത്രികൾ യേശുവേ
കിടന്നുറക്ക് നൽകണമേ, സമാധാനം ഉറക്ക് നൽകണമേ, ബലം നൽകണമേ. സ്വർഗത്തിലെ ദിവ്യ ശക്തി വ്യാപരിക്കട്ടെ. I see God's mighty hand is falling upon everyone. ഓരോ ആളുകളിലും ഞാൻ പ്രസ്താവിച്ച സ്നേഹസ്വരൂപനായ യേശുവിന്റെ കരം ഓരോ ആളുകളിലും ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ടീ 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 റബാല ജറസാലദ അഗ്നി മഴ, ആത്മാവിന്റെ നിറവ്, കട്ടികൾ മാകുന്നു, മുളകൾ തെറിക്കുന്നു, ക്യാൻസർ സൗഖ്യമാകുന്നു, ചവിടൻ കേൾക്കുന്നു യേശുവിൻ നാമത്തിൽ. ടീ 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 കൃപ ഒന്ന് രണ്ട് ആളുകളിലല്ല, എല്ലാ ആളുകളിലും, എല്ലാ വ്യക്തികളിലും ഉയരത്തിലെ തീ, ഉള്ളിലെ തീ. നന്ദി 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 നന്ദി. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഓ ഏറ്റമടു ടായടെനിക്കെത്ര ആനന്ദം. ഓ ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടു െനിക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാ. വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും ഞാനൻ രക്ഷിതാവിൻ. അഗ്നി 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 അഗ്നി, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവ് നിറച്ചതിനായി നന്ദി നന്ദി. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.